നല്ല രീതിയിൽ മുന്നാണെങ്കിലും ഫിലിം ഇറങ്ങി കഴിഞ്ഞാണെങ്കിലും ഫിലിം ഇല്ലെങ്കിലും ഇങ്ങനെ ആൾക്കാർ കാര്യം അറിയാതെ സംസാരിക്കുന്നത് എന്നെ ഹേർട്ട് ചെയ്യാറില്ല. ഒരു സമയം അങ്ങനെ വേസ്റ്റ് ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ വേസ്റ്റ് ചെയ്തോട്ടെ. ഭാഷ മനസ്സിലാവുണ്ടല്ലോ, ഒന്നിനും കൊള്ളരുതാത്തവനാണെന്ന് വരുത്തി തീർത്തിട്ട് പുകച്ചു പുറത്തിയായിരിക്കാം, ഇതല്ല ഉദ്ദേശം. Doesn't bother me. ആദ്യം തന്നെ ഒരു എന്തൊരു കഷ്ടമാണിത്. ഞാൻ കടിച്ചു പിടിച്ച് ക്ഷമിച്ച് ജീവിക്കണെന്ന് അറിയാമോ? രാജുവേട്ടന്റെ സിമിലാരിറ്റി സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഭയങ്കര ക്ലിയർ എന്ന രീതിയിലാണ് കമന്റ്സ് വന്നത്. അവിടുന്ന് അവന്റെ ഒരു സത്യം പറച്ചില്. പിന്നീട് അത് കുറച്ച് ഓവർ എന്ന രീതിയിൽ പിന്നീട് വന്ന കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയൊക്കെ വഴിയില്ല. ബ്രോ ഇങ്ങനെ എന്റെ അടുത്ത് ഒരേ ചോദ്യം ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞു വിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാം. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. എനിക്ക് ആൾക്കാരുടെ അഭിപ്രായം അവരുടെ തന്നെ അഭിപ്രായമാണ്. ശവത്തെ കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ, നന്നായി. അതിൽ പോസിറ്റീവായ അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ പോസിറ്റീവ് ഏറ്റെടുക്കും. നെഗറ്റീവായ അഭിപ്രായത്തിൽ എനിക്ക് സെൻസ് ഉണ്ടാക്കില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ പോലെ പൃഥ്വിരാജ് എന്ന സ്റ്റാർ ആയിട്ട് എന്നെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഞാനത് പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എനിക്ക് അഭിമാനമുണ്ട്. അത് അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്ന കേട്ടിട്ടേ ഉള്ളൂ. ഇതാ തൽക്കാലം ഇത്രയും മതി. വരട്ടെ.